أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتدد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. السلام عليكم ورحمة الله وبركاته. സൂറ അൽ ബഖറയിലെ 218 വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ആദരണീയ മാസത്തെ അതിൽ യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. പറയുക, അതിൽ യുദ്ധം ചെയ്യുന്നത് വലിയ അപരാധമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതും അവനെ നിഷേധിക്കുന്നതും മസ്ജിദുൽ ഹറമിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്നതും അവിടുത്തെ നിവാസികളെ അതിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതും അള്ളാഹുവിൻ്റെ പക്കൽ അതിനേക്കാൾ വലിയ അപരാധമാകുന്നു. ഫിത്ന കൊലയേക്കാൾ വലിയ കുറ്റമത്രേ. അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവോളം അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും അങ്ങനെ അയാൾ അവിശ്വാസിയായും കൊണ്ട് മരിക്കുകയും ചെയ്യുന്നതായാൽ അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി പോകുന്നതാണ്. അവർ നരക അവകാശികളാകുന്നു. അവരതിൽ ദീർഘകാലം വസിക്കുന്നതായിരിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഈ ഒരു ചോദ്യം തന്നെ ഉണ്ടായതിൻ്റെ സംഭവം വിവരിക്കുകയായിരുന്നു. അതിൽ ഹദ്റത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജഹഷ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഖുറൈശികളുടെ ഒരു സംഘം മദീനയെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനെ സംബന്ധിച്ച് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവരെ അയച്ചപ്പോൾ അവർ സ്വന്തമായി അബ്ദുല്ലാഹ് ഇബ്നു ജഹഷ് റളിയല്ലാഹു സ്വന്തമായി തീരുമാനമെടുത്ത് ആ വഴിക്ക് വന്ന നഹൽ എന്ന സ്ഥലത്ത് കൂടി വന്ന ഒരു ഖുറൈശി സംഘത്തെ ആക്രമിക്കുകയും അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഹുസൂർ പറയുന്നു, ഹസ്രത്ത് ഇബ്നു അബ്ബാസിനെ റളിയല്ലാഹുവിനെ ഉദ്ധരിച്ച് ഇബ്നു ജരീർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ലാഹ് ഇബ്നു ജഹഷിനും കൂട്ടർക്കും പറ്റിയ പിശക് എന്തെന്നാൽ റജബ് മാസം ആരംഭിച്ചിട്ടില്ല എന്ന് അവർ കരുതിപ്പോയി. ജമാദുൽ ആഖിർ 30 ആണെന്നും റജബ് തുടങ്ങിയിട്ടില്ലെന്നും അവർ കണക്കുകൂട്ടി. എന്തായാലും ഒരു മുസ്ലിമിൻ്റെ കൈകളാൽ അംർ ഇബ്നു ഹദ്റമി കൊല്ലപ്പെട്ടതോടെ മുശ്രിക്കുകൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. എല്ലാവിധ യുദ്ധങ്ങളും നിഷിദ്ധമായ പവിത്രമാസങ്ങളുടെ പവിത്രത പോലും മുസ്ലിങ്ങൾ മാനിക്കുന്നില്ലെന്ന് അവർ ബഹളം വയ്ക്കാൻ തുടങ്ങി. അള്ളാഹു ഈ വചനത്തിലൂടെ ആ ആക്ഷേപത്തിനുള്ള മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. അള്ളാഹു പറയുന്നു, തീർച്ചയായും ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുന്നത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ പാപവുമാണ് എന്ന് അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നത്, എന്നാൽ ഇതിനേക്കാൾ വെറുക്കപ്പെട്ട കാര്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നതും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നിഷേധിക്കുന്നതും മസ്ജിദുൽ ഹറമിൻ്റെ പവിത്രതയെ ലംഘിക്കുന്നതുമാണ്. കൂടാതെ അവിടുത്തെ നിവാസികൾ ഏകനായ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ യാതൊരു കുറ്റവും കൂടാതെ അവരെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കുന്നതും അതിലേറെ ഗുരുതരമാണ്. അള്ളാഹു അവരോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് പവിത്രമായ മാസത്തിലെ കൊലപാതകത്തെക്കുറിച്ച് ഓർമ്മ വന്നു. പക്ഷേ നിങ്ങൾ സ്വയം എത്ര വലിയ കുറ്റങ്ങളാണ് ചെയ്തു കൂട്ടുന്നതെന്ന് ചിന്തിച്ചില്ല. ദൈവത്തെയും അവൻ്റെ റസൂലിനെയും നിഷേധിച്ചും മസ്ജിദുൽ ഹറമിൻ്റെ പവിത്രത തകർത്തും
അവിടുത്തുകാരെ പുറത്താക്കിയും നിങ്ങൾ എത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് ചെയ്തത്. നിങ്ങൾ തന്നെ ഇത്തരം മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ എന്ത് മുഖം വച്ചാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നത്? അവരിൽ നിന്നും അബദ്ധവശാൽ ഒരു പിശക് സംഭവിച്ചതാണ്. എന്നാൽ നിങ്ങളാകട്ടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഹുസൂർ പറയുന്നു, വൽ ഫിത്നത്തു അക്ബറു മിനൽ ഖത്ലി, അതായത് ഫിത്ന അഥവാ കുഴപ്പം എന്നത് കൊലപാതകത്തേക്കാൾ ഭയാനകമാണ്. ഇവിടെ ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യസാലൂന യുഖാത്തിലൂനക്കും ഹത്ത യറുദ്ദൂക്കും അൻ ദീനിക്കും എന്ന് പറഞ്ഞ ആ വചനത്തിനെ പരാമർശിച്ചിട്ടുള്ള അതേ അക്രമമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സത്യവിശ്വാസികളെ അവരുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ നടത്തുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും കൊലപാതകത്തേക്കാൾ വലിയ കുറ്റമാണ്. അതായത് വിശ്വാസികളെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനകളെയാണ് ഇവിടെ ഫിത്ന എന്ന് വിളിച്ചിരിക്കുന്നത്. ഇത് കൊലപാതകത്തേക്കാൾ വലിയ പാപമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, അവർക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് വരെ അവർ നിങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. അതായത് നിങ്ങളെ മതത്തിൽ നിന്ന് മാറ്റുക എന്നത് അവരുടെ ശക്തിക്ക് പുറത്തുള്ള കാര്യമാണെങ്കിലും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് കഴിയുമെങ്കിൽ നിങ്ങളെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുക എന്നതാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളെ പരാജയപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും അവരുടെ കയ്യിൽ അകപ്പെട്ടുപോയ ഒറ്റപ്പെട്ട വ്യക്തികളെ മതം മാറ്റാൻ അവർ പരമാവധി ശ്രമിച്ചു. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു, ഹസ്രത്ത് അബൂജന്തൽ, ഹസ്രത്ത് യാസിർ റളിയല്ലാഹു എന്നിവരുടെ ഉദാഹരണങ്ങൾ ഇതിലേക്ക് വെളിച്ചം വീശുന്നതാണ്. നിർബന്ധപൂർവം മതം മാറ്റുന്ന ഇത്തരം ശ്രമങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ ഫിത്ന എന്ന് പറഞ്ഞത്. ഈ ഫിത്ന എന്ന് പറയുന്നത് കൊലപാതകത്തേക്കാൾ കഠിനമാണ് എന്ന് അള്ളാഹു പറയുന്നു. വീണ്ടും പറയുന്നു, നിങ്ങളിൽ ആരെങ്കിലും തൻ്റെ മതത്തിൽ നിന്ന് പിന്തിരിയുകയും സത്യനിഷേധിയായിക്കൊണ്ട് മരിക്കുകയും ചെയ്താൽ അത്തരക്കാരുടെ കർമ്മങ്ങൾ ഈ ലോകത്തും പരലോകത്തും നിഷ്ഫലമായി പോകുന്നതാണ്. ഇവിടെ ഹബിത്തത്ത്, അതായത് കർമ്മങ്ങൾ നശിക്കൽ എന്ന വിഷയത്തിൽ ചില ആക്ഷേപം ഉന്നയിക്കാറുണ്ട് ചിലർ. ഒരാൾ ഒരു നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ഇല്ലാതാവുക എന്ന് പറയുന്നു. ഹബിത്തത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഹബിത്തത്ത് കർമ്മങ്ങൾ നിഷ്ഫലമാകൽ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് അള്ളാഹു സൂറ ഫാത്തിറിൽ ഇപ്രകാരം പറയുന്നു, ആരെങ്കിലും പ്രതാപം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രതാപമെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. ഉത്തമമായ വാക്കുകൾ അവങ്കലേക്കാണ് കയറിപ്പോകുന്നത്. സൽക്കർമ്മം അതിനെ ഉയർത്തുകയും ചെയ്യുന്നു. ഈ വചനത്തിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, കർമ്മങ്ങൾ പാഴായിപ്പോകാതിരിക്കുക എന്നാൽ ആ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത നേടുകയും മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അതിനാൽ ഹബിത്തത്ത് അഅ്മാലുഹും, അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി എന്നതിൻ്റെ അർത്ഥം അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ലാത്തതിനാൽ അവൻ അവ സ്വീകരിക്കുകയില്ല എന്നും അവരുടെ ആത്മാക്കൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നുമാണ്. പിന്നെ ഹുസൂർ പറയുന്നു, ഹബിത്തത്ത് അഅ്മാലുഹും ഫിദ്ദുന്യ വൽ ആഖിറ എന്നതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ച ശേഷം ദീനിനു വേണ്ടി എത്ര വലിയ സേവനങ്ങൾ ചെയ്താലും അവൻ്റെ മരണം സത്യനിഷേധത്തിലാണെങ്കിൽ അവൻ്റെ മുൻകാല സേവനങ്ങളെല്ലാം വ്യർത്ഥമാകും. കാരണം അവൻ്റെ അവസാനത്തെ പ്രവൃത്തിയിലൂടെ, അതായത് സത്യനിഷേധത്തിലൂടെ തൻ്റെ മുൻകാല സേവനങ്ങളെ അവൻ അസാധുവാക്കിയിരിക്കുന്നു. പരലോകത്തും ഈ കർമ്മങ്ങൾ അവന് ഉപകരിക്കുകയില്ല. കാരണം അവൻ്റെ അന്ത്യം നല്ല രീതിയിലായിരുന്നില്ല. പിന്നെ പറയുന്നു, വഉലായിക അസ്ഹാബുന്നാർ, ഇത്തരക്കാരാണ് നരകാവകാശികൾ. കാരണം അവർ ഈ ദുനിയാവിൽ ഫിത്ന, ഫസാദ്, അതായത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.